അയ്യപ്പൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് സഹോദര സ്മാരകത്തിൽ അനുസ്മരണ സമ്മേളനം നടന്നു. ബാലസാഹിത്യകാരൻ സിപ്പി പള്ളിപ്പുറം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ MS മുരളി അധ്യക്ഷത വഹിച്ചു. പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജോഷി ഡോൺ ബോസ്കോ, KK ജോഷി മാസ്റ്റർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. NS സൂരജ് നന്ദിയും പറഞ്ഞു. നെടുവീളം കേരളത്തിൽ തെറിപോയി ഒഴിക്കുകയാണ്. അങ്ങനെയും അമ്മക്കന്മാരെ അയൽപക്കം ഭരിക്കുന്ന പെൺപിറന്നോർ മഹാവതയെ നിർത്തി ക്രൂരം ഈ ആചാരം ആണുങ്ങൾ കണ്ടിരിക്കുകയോ? അയൽപക്കം ഭരിക്കുന്ന പെൺപിറന്നോർ റീജിയന്റെ റാണിയാണ് തിരുവിതാംകൂർ ഭരിക്കുന്നത്. അവര് ചേർത്തലയിൽ തെറിപ്പാട്ടുണ്ടായിരുന്നു. ചേർത്തല പോകുന്ന ചേർത്തല അതവർ നിർത്തലാക്കി. ആണുങ്ങൾ കണ്ടിരിക്കുകയോ? ഒരു പെണ്ണായ ഭരണാധികാരി ഈ ദുരാചാരം നിർത്തി. പക്ഷെ അയാൾ ആണായ അങ്ങേര് കണ്ടിരിക്കുകയാണോ എന്ന് കുറിച്ച് രാജാവിനോട് ചോദിക്കുകയാണ്. ചേർത്തല പോകുന്ന ഒരു പുരാണമുണ്ട്. അയാളെ പ്രതിഷ്ഠാനീയ സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയായ അദ്ദേഹം ആചാര്യങ്ങളും മന്ത്രോപചാരങ്ങളൊക്കെ കഴിഞ്ഞ് പ്രതിഷ്ഠാനക്കാരൻ വിൽപ്പെടുത്ത് വെച്ചപ്പോൾ പ്രതിഷ്ഠ ഉറക്കുന്നില്ല. കുറേ നേരത്തെ ശ്രമം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ ഒരു തെറി പറഞ്ഞു തുടങ്ങി വിഗ്രഹം വെച്ചു. അന്ന് തുടങ്ങി ചേർത്തലയിൽ തെറിപ്പാട്ട് ഒരാചാരമായി കരുതി. അതാണ് തിരുവിതാംകൂർ മഹാരാജ് ഇങ്ങനെ ദുരാചാരമാണോ കരുതി. അങ്ങനെ ഒരു പെണ്ണ് പോലും അങ്ങനെ ഒരു നടപടി എടുത്തിട്ട് ആണായ അന്ന് കണ്ടിരിക്കുകയോ എന്നാണ് സഹോദരൻ ആ പ്രത്യക്ഷ പത്രത്തിൽ ചോദിച്ചത്. എത്ര രൂക്ഷമായി ചോദിച്ചു ആലോചിച്ച് നമുക്ക്. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിലും സൈന്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ശാസ്ത്രബോധം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ദർശനം സഹോദരന്റെ രീതിയിൽ നടപ്പാക്കുന്നതിൽ സംതൃപ്തനായ ആളാണ് അദ്ദേഹം. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നാൽ രണ്ടുപേരെയും നമ്മൾ നിർത്തരുത്. അടുത്ത രണ്ടുപേരെയും ശരിക്കണം. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. പക്ഷേ വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ജാതിയോ മതമോ ദൈവമോ ഒക്കെ നിങ്ങൾ വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ വേണ്ടത് ഇതാണ് ധർമ്മം. ധർമ്മം ധർമ്മം എന്ന 10 ശ്ലോകങ്ങളുടെ നിയമം നിലനിൽക്കുന്നു. ധർമ്മം ആചരിക്കുന്നത് മനുഷ്യൻ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ഒരു തത്വമാണ്. നിങ്ങൾ ഈ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നതിനാണ്. ഇതാരാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് ക്ഷേത്രമണി നിങ്ങൾ സ്ഥാപിച്ചാരാധിക്കുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പറഞ്ഞിട്ട് അതല്ല വേണ്ടത്. സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ കാരണം വർദ്ധിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള നടപടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് കൊച്ചി സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഉണ്ടാവുന്നത്. അതിലും പ്രകൃതിയാവും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രമുഖമായി നമ്മൾ ഓർമ്മയിൽ വയ്ക്കേണ്ടത് കൊച്ചി തടാകം പാലമാണ്. ആ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ന് കാണുന്ന അലൈൻമെന്റ് അല്ലല്ലോ. അന്ന് കോച്ചത്തിനും വെളുക്കുപാടത്തിനും മധ്യത്തിലൂടെ പോയിട്ട് കാത്തോന്നിക്കുരുത്ത് കവടിയിൽ പോകുന്ന ഏതാണ്ട് പച്ചാളത്തിനും വഴുതിരിക്കും മധ്യത്തിൽ ചിന്തി നിരന്നതായിരുന്നു സഹോദരൻ്റെ അലൈൻ. അതുണ്ടാക്കിക്കൊണ്ട് വെണ്ടിപ്പാലം, അതിനെ ബന്ധിപ്പിക്കുന്ന വെണ്ടിപ്പാലമുണ്ട്. അത് നിർമ്മിച്ച ഡാനൻ ഡെങ്കർലി എന്ന ജർമ്മൻ എഞ്ചിനീയറിംഗ് കമ്പനിയെയാണ് അത് ഏൽപ്പിച്ചത്. 14 ലക്ഷം രൂപ 1948 14 ലക്ഷം എത്ര കോടിയുള്ള കാലത്ത് അതായത് നടക്കൽ. മാർഷ് തന്നെ ബോട്ടിൽ കയറി എഞ്ചിനീയർമാരോടൊപ്പം ഡാനൻ ഡെങ്കർലി എഞ്ചിനീയർമാർക്കൊപ്പം സർവേ നടത്തിയിട്ട് പ്രവർത്തിക്കുന്ന കാര്യം കണ്ടിട്ടുള്ള ആളുകൾ കുട്ടിക്കാലത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രൗഢം വിവരങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ്, ഉദ്ഘാടന പ്രഭാഷണമാണ് നമ്മുടെ പൂയപ്പള്ളി മാസ്റ്ററുടെ നടത്തിയത്. തുടർന്ന് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരൻ ആധുനിക കാലഘട്ടത്തോളം പ്രസക്തിയുള്ള ആളാണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ ചരിത്രം കണക്കെടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ക്രമാനുഗതമായി മുന്നോട്ട് പോകുന്ന ഒന്നല്ല. മറ്റു പല കാര്യങ്ങളും മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ സാങ്കേതിക വിദ്യ വളർന്നാൽ ആ വളർന്ന സാങ്കേതിക വിദ്യയിൽ നിന്ന് പിന്നാക്കം പോകുന്ന ഒരു ശീലം ആർക്കും. മറ്റു പലതും അങ്ങനെയാണ്. നമ്മൾ പുതിയ പുതിയ
പടവുകൾ താണ്ടിയാൽ അതിന്റെ പിന്നിലേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷേ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിന്റെ ഒരു വഴി കണക്കിലെടുത്തത് പലപ്പോഴും പിന്നാക്കം പോകാൻ മടിക്കാത്ത ഒരു ജീവിയാണ് മനുഷ്യനെന്ന് കാണാൻ കഴിയും. അതിനെ മഹാനായ എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോ ഒരു വാചകങ്ങൾ പാലിയത്തിലൂടെ വരച്ചു കാണിച്ചു. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഗ്രാമത്തിലും രണ്ടാളുകളുണ്ട്. അതൊന്ന് പന്തം തെളിക്കുന്നവരാണ്, മറ്റൊന്ന് പന്തം കെടുക്കുന്നവരാണ്. ഹ്യൂഗോ പറഞ്ഞത് ഹ്യൂഗോയുടെ നാടായിട്ടുള്ള ഫ്രാൻസിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ രാജ്യത്തെ കുറിച്ചോ ഒന്നുമാണ്. ഇതൊരു പക്ഷേ ലോകത്തെ എവിടെയും ഏത് ഗ്രാമത്തിലും ഏത് രാജ്യങ്ങൾ തമ്മിലും ബാധകമാവുന്ന ഒരു നിരീക്ഷണമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മനുഷ്യവംശം ക്രമാനുഗതമായി മുന്നോട്ട് പോകുന്നില്ല, പിന്നാട്ടടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് ചരിത്രം പഠിച്ച ആർക്കും നിരവധി ഉദാഹരണങ്ങൾ. ഈ ആധുനിക കാലത്താണ് സഹോദര ഇതിനൊക്കെ പ്രവർത്തനം സജീവമാക്കിയതിനൊക്കെ ശേഷമാണ് പല കൂട്ടക്കൊലകളും പല വംശഹത്യകളും ലോകമുണ്ടായി. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചു വളരേണ്ടതിനെ കുറിച്ച് വളരെ വലിയ ആശയങ്ങളും ഗ്രന്ഥങ്ങളും വലിയ പഠിപ്പിക്കലുകളും ഒക്കെ ലോകത്തുണ്ടായി. ഈ ഹ്യൂഗോയുടെ തന്നെ പാവങ്ങൾ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ ഉദാഹരണം ലോകത്ത് വരച്ചു കാണിച്ചത്. ബുദ്ധനും യേശുക്രിസ്തുവും ഒക്കെ സഹോദര്യത്തിന്റെ വലിയ പാഠങ്ങൾ മനുഷ്യരെയുണ്ട്. അതിനൊക്കെ വളരെ പിന്നീടാണ് ഈ സഹോദരത്തിന്റെ യൗവനകാലത്താണ് ജർമ്മനിയിൽ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന വലിയ കൂട്ടക്കൊലുണ്ട്. 60 ലക്ഷത്തോളം മനുഷ്യരെ ഏതാനും മനുഷ്യർ കൊന്നൊടുക്കുക എന്ന അനുഭവം ഉണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള പ്രാകൃതമായ വാസനകൾ, ജന്തുജന്യമായ വാസനകൾ അത് ശാശ്വതമായി ശമിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആധുനിക കാലത്തിൽ പോലും കൂട്ടക്കൊലകളിലേക്ക്, വംശഹത്യയിലേക്ക്, മതത്തിന്റെ പേരിൽ, വംശീയതയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ അവരെ കൊന്നൊടുക്കാം എന്നുള്ള മാനസികാവസ്ഥ കൈവരിക്കാൻ വളരെയധികം പഠിച്ചു, വളരെയധികം അറിവ് നേടിയെന്ന് കരുതുന്ന മനുഷ്യർക്ക് പോലും ഒരു ദിവസം പോലും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. ഗുജറാത്ത് കൂട്ടക്കൊലയിൽ 3000-ഓളം പേര് കൊല്ലപ്പെട്ടത്. ആ കൊല നടത്തിയതെല്ലാം വിദ്യാഭ്യാസം കിട്ടാത്ത ആളുകളാണ്. വളരെ ജനകീയരായ നേതാക്കൾ മുൻ ആലോചനയില്ലാതെ 1-2 ദിവസത്തെ പ്രകോപനം കൊണ്ട് ഒരു കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം നടത്തുകയും അതിന് മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾ വളരെ ശാന്തശീലരും സ്വാഭാവികമായി ശാന്തതയോട് താതാത്മ്യം പ്രാപിക്കുന്നവരാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഗുജറാത്ത് കൂട്ടക്കൊലയിൽ മായ കൊഡ്നാനി എന്ന് പറയുന്ന അവിടുത്തെ രാഷ്ട്രീയ നേതാവ് തുറന്ന ജീപ്പിൽ സഞ്ചരിച്ചുകൊണ്ട് കൊലപ്പെടുത്തേണ്ട പ്രദേശങ്ങൾ കൊലയാളികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും കൂടുതൽ ആളുകളെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിരന്തരം 3 ദിവസം അവർ ജീപ്പിൽ സഞ്ചരിച്ചു എന്നാണ് പിന്നീട് തെളിവായിട്ടുള്ളത്. ഈ രീതിയിൽ അറിവോ വിജ്ഞാനമോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും മനസ്സിലുള്ളതാകാത്ത വിധത്തിൽ മനുഷ്യന്റെ പ്രാകൃതമായ ജന്തുജന്യമായ വാസനകളിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മടിയുമില്ലാത്ത ജീവിവർഗമായതുകൊണ്ടാണ് വിക്ടർ ഹ്യൂഗോ പറഞ്ഞത് എല്ലാ ഗ്രാമങ്ങളിലും ഈ 2 ആളുകൾ ആ വെളിച്ചം കെടുത്തുന്നവരും പ്രകാശം കൊളുത്തുന്നു. പ്രകാശം കൊളുത്തുന്ന അധ്യാപകരാണ്, ശാസ്ത്രജ്ഞരാണ്, കലാകാരന്മാരാണ്. അത്തരത്തിൽ ലോകം അന്ധകാരത്തിൽ ആഴ്ത്താൻ ശ്രമിക്കുന്ന ശക്തികൾ നിരന്തരം പ്രവർത്തിക്കുമ്പോഴും ഈ ലോകത്തിൽ പ്രകാശം അവശേഷിക്കണമെന്ന ആഗ്രഹത്തോടെ നിരന്തരം മനുഷ്യനുള്ളിലുള്ള നന്മയെ ഉദ്ദീപിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരാണ് പ്രകാശം കൊളുത്തുന്ന, പന്തം കൊളുത്തുന്നത്. തീർച്ചയായും പറയാൻ കഴിയും, സഹോദരനെയ്യപ്പനെ പോലെ ഈ ഇരുട്ടിൽ സമൂഹത്തെ മൂടാൻ ശ്രമിക്കുന്ന വലിയ ഒരു ശക്തികൾക്ക് മുന്നിൽ പ്രകാശം കെടാതെ കൂടുതൽ പ്രോജ്വലിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്ന മനുഷ്യരുടെ കൂടി കരുത്തിലാണ് ഇന്ന് ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് പലരും നോക്കി കാണാൻ കഴിയും. കൃതിയിലൊരിക്കലും ഒരു സെഷനിൽ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഈ പ്രസംഗപീഠത്തിന് മുമ്പിൽ ഇങ്ങനെ പറഞ്ഞത്, ഈ പ്രസംഗപീഠം തകർക്കേണ്ട സമയമായിട്ടുണ്ട്, ഇതിന് ഭയങ്കര പൊക്ക
സന്ദർഭമാണ്. അത് സ്ത്രീകൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി പുരുഷ മേധാവിത്വം പണിത പ്രസംഗങ്ങളാണ് പറഞ്ഞെനിക്ക് കേട്ടൊരു ഓർമ്മയുണ്ട് നമ്മുടെ സാധിച്ചത്. അപ്പോൾ അതുപോലെ ഈ പൊക്കം കുറഞ്ഞവർക്കും ഈ പ്രസംഗങ്ങളും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരുപാട് നേരം ഇവിടെ വന്ന് സംസാരിക്കാൻ എനിക്കും ഇതുവരെയും മനസ്സ് വന്നിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും ഇത് മാറുന്നത് വരെ. അപ്പോൾ അതുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലാവർക്കും വേണ്ടി സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. സഹോദരൻ്റെ 57 ചരമദിനാചരണമാണ് വളരെ ഭംഗിയായിട്ട് ഇവിടെ വളരെ വിശിഷ്ടരായ വ്യക്തികളാണ് സഹോദരൻ ചെയ്ത ആ മഹാത്യാഗത്തെക്കുറിച്ച് ജാതികൾക്കോ എനിക്കെതിരെ അദ്ദേഹം അനുഷ്ഠിച്ച വലിയ ധീരമായ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ ഭംഗിയായിട്ട് സംസാരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളായിരുന്നു. ഈ പ്രഭാഷണങ്ങൾ നമ്മൾ ഒരു തരംഗമായി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലും. അത് അത്തരത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.